ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ബംഗളൂരു നിംഹാൻസ് സുവർണ ജൂബിലി ആഘോഷങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്തു. ഡൽഹിയിൽ നിരവധി സുപ്രധാന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തുടക്കം കുറിക്കും. പെരിയ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 10 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് സിബിഐ കോടതി. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരത്ത് നാളെ തിരിതെളിയും. ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു. ഡൽഹിയിൽ കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് വ്യോമ റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ബോർഡർ ഗാവസ്കർ ട്രോഫി 5ാം ടെസ്റ്റ് ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 185 റൺസിന് പുറത്ത്. വാർത്തകൾ വിശദമായി. ബംഗളൂരു നിംഹാൻസ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം രാഷ്ട്രപതി ദ്രൌപദി മുർമു നിർവഹിച്ചു. ഉദ്ഘാടന സമ്മേളനത്തെ രാഷ്ട്രപതി അല്പസമയത്തിനകം അഭിസംബോധന ചെയ്യും. സുവർണ ജൂബിലിയുടെ ഭാഗമായി നിർമ്മിച്ച സൈക്കാട്രി ബ്ലോക്ക്, സെൻട്രൽ ലബോറട്ടറി കോംപ്ലക്സ്, ഹോസ്റ്റൽ കെട്ടിടം എന്നിവയും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നഡ്ഡ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ വിവിധ വികസന പദ്ധതികൾക്ക് അല്പസമയത്തിനകം തുടക്കം കുറിക്കും. അശോക് ബിഹാറിൽ ചേരി പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച 1700ഓളം ഫ്ളാറ്റുകളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. ആരോഗ്യകരവും അടിസ്ഥാന സൌകര്യങ്ങളോട് കൂടിയതുമായ പാർപ്പിട സമുച്ചയമാണ് ഗുണഭോക്താക്കൾക്ക് കൈമാറുന്നത്. നവ്രോജി നഗറിലും സരോജിനി നഗറിലുമായി 2 നഗര പുനർവികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 300 കോടി രൂപ ചെലവിൽ ദ്വാരകയിൽ നിർമ്മിച്ച സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷന്റെ ഇന്റഗ്രേറ്റഡ് ഓഫീസ് കോംപ്ലക്സും ശ്രീ മോദി ഉദ്ഘാടനം ചെയ്യും. ഡൽഹി സർവകലാശാലയിൽ 600 കോടി രൂപയുടെ 3 പദ്ധതികളുടെ നിർമ്മാണത്തിനും തുടക്കം കുറിക്കും. നജാഫ് ഘട്ടിലെ റോഷൻപുരയിൽ വീർ സവർക്കർ കോളേജിന്റെ ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിക്കും. ഡൽഹിയുടെ വികസനത്തിലെ സുപ്രധാന ദിനമാണിതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. വിപുലമായ വികസന പ്രവർത്തനങ്ങൾ ഡൽഹിയിലെ ജനങ്ങളുടെ ജീവിത സൌകര്യം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 8 വരെ പ്രതികൾക്ക് എറണാകുളം പ്രത്യേക സിബിഐ കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. കൂടാതെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത കേസിലെ പ്രതികളായ പ്രദീപ്, സുരേന്ദ്രൻ എന്നിവർക്കും കോടതി ജീവപര്യന്തം വിധിച്ചിട്ടുണ്ട്. മുൻ എംഎൽഎ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 സിപിഐഎം പ്രവർത്തകർക്ക് 5 വർഷം തടവും കോടതി ശിക്ഷ വിധിച്ചു. കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത്ലാലിനെയും 2019 ഫെബ്രുവരി 17 വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് കോടതി ശിക്ഷ വിധിച്ചത്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തിരുവനന്തപുരത്ത് തിരിതെളിയും. രാവിലെ 10 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ഈ മാസം 8 വരെ നടക്കുന്ന കലോത്സവത്തിൽ 25 വേദികളിലായി 249 ഇനങ്ങളിൽ 15,000-ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. കലോത്സവത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. കലോത്സവ രജിസ്ട്രേഷന്റെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് രാവിലെ നിർവഹിച്ചു. വിധി നിർണയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന തർക്കം പരിഹരിക്കാൻ സംസ്ഥാനതല അപ്പീൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. കലോത്സവത്തിനെത്തുന്നവരെ സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷനിലും ബസ് ഡിപ്പോയിലും സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വയനാട് ദുരന്തത്തിന്റെ അതിജീവനത്തിന്റെ ഭാഗമായി വെള്ളാർമല സ്കൂൾ വിദ്യാർത്ഥികളുടെ സംഘനൃത്തത്തിനും കലോത്സവത്തിൽ അവസരമൊരുക്കി. 31ാമത് ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിന് ഭോപ്പാലിൽ ഇന്ന് തുടക്കം. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് ഉദ്ഘാടനം നിർവഹിക്കും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 700-ലധികം ബാലശാസ്ത്രജ്ഞരും അധ്യാപകരും 4 ദിവസത്തെ പരിപാടിയിൽ പങ്കെടുക്കും. ബഹ്റൈൻ, UAE, കുവൈറ്റ്, ഒമാൻ, സൌദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ബാലശാസ്ത്ര കോൺഗ്രസിൽ പങ്കെടുക്കുന്നുണ്ട്. ആരോഗ്യത്തിനും സൌഖ്യത്തിനുമായി ആവാസ വ്യവസ്ഥയെ മനസ്സിലാക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഡൽഹിയിലെ ഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനും തിരക്കും മലിനീകരണവും കുറയ്ക്കുന്നതിനുമായി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി 12,500 കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചു. സെൻട്രൽ റോഡ് ആന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ നിന്ന് ഡൽഹിക്ക് 1,200 കോടി രൂപ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജമ്മുകശ്മീർ, പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്ന് ഡൽഹി വിമാനത്താവളത്തിലേക്കും ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിലേക്കും വരുന്ന വാഹനങ്ങൾക്ക് ഡൽഹി കത്ര എക്സ്പ്രസ് വേയിലൂടെ കടന്നുപോകാൻ മാർഗമൊരുക്കുന്നതാണ് പുതിയ പദ്ധതി. ഡെറാഡൂണിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ദ്വാരക എക്സ്പ്രസ് വേ വഴി വിമാനത്താവളത്തിലേക്ക് എത്താനും ഇതിലൂടെ സംവിധാനമൊരുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിന് കേന്ദ്ര സർക്കാർ വലിയ പരിഗണനയാണ് നൽകുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ റെയിൽ വികസന പദ്ധതികളുടെ പുരോഗതിയും അദ്ദേഹം വിലയിരുത്തി. ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. തിരുവാഭരണ ഘോഷയാത്ര ഈ മാസം 12-ന് പന്തളത്തു നിന്നും ശബരിമലയിലേക്ക് പുറപ്പെടും. 14-നാണ് മകരവിളക്ക്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. മകരവിളക്ക് മഹോത്സവത്തിനായി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വലിയ ഭക്തജനത്തിരക്കാണ് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും അനുഭവപ്പെടുന്നത്. ഇന്ന് രാവിലെ നട തുറന്നതു മുതൽ ഉച്ചയ്ക്ക് 12 വരെയുള്ള കണക്കനുസരിച്ച് 42,996 തീർത്ഥാടകർ ദർശനം നടത്തി. ഇതിൽ തത്സമയ ബുക്കിംഗ് വഴി 12,939 തീർത്ഥാടകർ ദർശനം നടത്തിയിട്ടുണ്ട്. മരക്കൂട്ടം വരെ തീർത്ഥാടകരുടെ വലിയ നിരയാണ് ദർശനത്തിനായി മണിക്കൂറുകൾ കാത്തുനിൽക്കുന്നത്. ഇപ്പോൾ എല്ലാ ദിവസങ്ങളിലും 90,000-ന് മുകളിൽ തീർത്ഥാടകർ ദർശനത്തിനായി സന്നിധാനത്ത് എത്തുന്നുണ്ട്. ഇന്നലെ 96,754 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. 19-ന് രാത്രി വരെ തീർത്ഥാടകർക്ക് ദർശനം നടത്താം. 20-ന് നടയടയ്ക്കും. ഡൽഹിയിൽ കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് വ്യോമ റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഡൽഹി വിമാനത്താവളത്തിലെ 50ഓളം വിമാന സർവീസുകൾ ഇതുമൂലം വൈകി. ഉത്തരേന്ത്യയിലെ അതിശൈത്യം ട്രെയിൻ ഗതാഗതത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ഡൽഹിയിലേക്കുള്ള 24 ട്രെയിനുകൾ 5 മണിക്കൂർ വരെ വൈകി ഓടുന്നതായി റെയിൽവേ അറിയിച്ചു. മഹാകുംഭമേളയോടനുബന്ധിച്ച് തടസ്സരഹിതമായ വിവരവിനിമയ സംവിധാനം ഉറപ്പുവരുത്തി കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ്. ഇതിനായി 126 കിലോമീറ്റർ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖലയും 328 മൊബൈൽ ടവറുകളും ഉൾപ്പെടെ പുതുതായി ക്രമീകരിച്ചു. ഇന്ത്യൻ റെയിൽവേയും പ്രത്യേക ട്രെയിൻ സർവീസുകൾ ഉൾപ്പെടെ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ ഈ മാസം 13 മുതൽ ഫെബ്രുവരി 26 വരെയാണ് മഹാകുംഭമേള. ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായ പോരാട്ടം കാഴ്ചവെച്ച റാണി വേലു നാച്ചിയാരുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. കൊളോണിയൽ ഭരണത്തിനെതിരായ പോരാട്ടത്തിൽ റാണി വേലു നാച്ചിയാർ സമാനതകളില്ലാത്ത വീര്യം പ്രകടിപ്പിച്ചതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗാവസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ച. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ 185 റൺസിന് പുറത്തായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയ ഇന്ന് കളി അവസാനിക്കുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 9 റൺസ് എന്ന നിലയിലാണ്. 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഓസീസ് 2-1 മുന്നിലാണ്. ഡെൻമാർക്ക്, ഗ്രീസ്, പാകിസ്ഥാൻ, പനാമ, സൊമാലിയ എന്നീ രാജ്യങ്ങളുടെ UN രക്ഷാസമിതിയിലെ 2 വർഷത്തെ താൽക്കാലിക അംഗത്വ കാലാവധി ഇന്ന് ആരംഭിച്ചു. ഇക്വഡോർ, ജപ്പാൻ, മാൾട്ട, മൊസാംബിക്, സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളുടെ കാലാവധി അവസാനിച്ച സാഹചര്യത്തിലാണിത്. പുതിയ അംഗങ്ങളെ സ്വാഗതം ചെയ്യുന്നതിന്റെ ഭാഗമായി ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് പതാക സ്ഥാപിക്കൽ ചടങ്ങ് നടന്നു. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ 5 സ്ഥിര അംഗങ്ങളും 2 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന 10 അംഗങ്ങളും ഉൾപ്പെടെ 15 രാജ്യങ്ങളാണുള്ളത്. ദക്ഷിണ കൊറിയയിലെ സസ്പെൻഡ് ചെയ്യപ്പെട്ട പ്രസിഡന്റ് യുൻ സുക് യോളിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഉപേക്ഷിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ. യുൻ സുക്കിനെ പിന്തുണയ്ക്കുന്ന നിരവധി പേർ പ്രസിഡന്റിന്റെ വസതിക്ക് മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുന്ന സാഹചര്യം കണക്കിലെടുത്താണ് തീരുമാനം. അറസ്റ്റ് പ്രായോഗികമല്ലാത്ത സാഹചര്യത്തിൽ മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്ന് ദക്ഷിണ കൊറിയൻ അഴിമതി അന്വേഷണ വിഭാഗം വ്യക്തമാക്കി. ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതിനെ തുടർന്ന് യുൻ സുക്കിനെതിരെ സിയോൾ കോടതി ഈ ആഴ്ച അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. നേപ്പാളിലെ കർണാലി പ്രവിശ്യയിലെ മുഗുവിൽ ഇന്ന് രാവിലെ ഭൂചലനം അനുഭവപ്പെട്ടു. റിക്ടർ സ്കെയിലിൽ 4.4 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. ബാഗ്മതി പ്രവിശ്യയിലെ സിന്ധുപാൽ ചൌക്കിലും കാഠ്മണ്ഡു താഴ്വരയിലും ഇന്നലെ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. സമുദ്ര അതിർത്തി ലംഘിച്ചതിന് തടവിൽ കഴിയുന്ന മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിക്കാൻ ഇന്ത്യയ്ക്കും ബംഗ്ലാദേശിനുമിടയിൽ ധാരണ. ഇതിന്റെ ഭാഗമായി 95 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ ബംഗ്ലാദേശ് ഞായറാഴ്ച മോചിപ്പിക്കും. ബംഗ്ലാദേശിൽ നിന്നുള്ള 90 മത്സ്യത്തൊഴിലാളികളെയും അന്നേ ദിവസം വിട്ടയയ്ക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ബംഗളൂരു നിംഹാൻസ് സുവർണ ജൂബിലി ആഘോഷങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്തു. ഡൽഹിയിൽ നിരവധി സുപ്രധാന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തുടക്കം കുറിക്കും. പെരിയ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 10 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് CBI കോടതി. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരത്ത് നാളെ തിരിതെളിയും. ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു. ഡൽഹിയിൽ കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് വ്യോമ റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ബോർഡർ ഗാവസ്കർ ട്രോഫി 5ാം ടെസ്റ്റ് ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 185 റൺസിന് പുറത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.